പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടിക്കൊരുങ്ങവേ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ കൂടിക്കാഴ്ചയിൽ അതിർത്തിയിലെ സേനാ വിന്യാസമാണ് ചർച്ചയായത്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ അടുത്ത് 4 തവണയെത്തിയ സുരക്ഷാ സേന ഒരു തവണ വെടിയുതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം ഏറ്റെടുത്ത NIA സംഘം ബംഗളൂരുവിലെത്തി കൊല്ലപ്പെട്ട ഭരത് ഭൂഷന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുകയും ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി രാജ്യം മുന്നോട്ടു പോവുകയാണ്. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി ചർച്ച നടത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതിർത്തിയിലെ തയ്യാറെടുപ്പുകൾ പ്രധാനമന്ത്രിയെ അറിയിച്ചു. സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാനുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയെ ബോധിപ്പിച്ചു. കൂടിക്കാഴ്ച 40 മിനിറ്റ് നീണ്ടുനിന്നു. കശ്മീരിൽ ഭീകരർക്കായി സുരക്ഷാ സേനയുടെ വ്യാപക തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 4 തവണയാണ് സുരക്ഷാ സേന പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ അടുത്തെത്തിയത്. അനന്ത്നാഗിലെ ഹപത്നാർ ഗ്രാമത്തിൽ വെച്ചാണ് ഭീകരരെ ആദ്യം കണ്ടത്. പിന്നീട് ത്രാൽ, കുൽഗാം, കോകർനാഗ് എന്നിവിടങ്ങളിൽ വെച്ചും ഭീകരരുടെ അടുത്തെത്തി. കുൽഗാമിൽ വെച്ച് ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ദുർഘടമായ ഭൂപ്രകൃതി മുതലെടുത്ത് ഭീകരർ രക്ഷപ്പെടുകയായിരുന്നു. ആക്രമണത്തിനിരകളായവരുടെ 2 മൊബൈൽ ഫോണുകൾ ഭീകരരുടെ കൈവശമുണ്ട്. ഇത് സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കേസ് അന്വേഷണം ഏറ്റെടുത്ത NIA സാക്ഷികളുടെ മൊഴിയെടുക്കുന്നത് തുടരുകയാണ്. ബംഗളൂരുവിലെത്തിയ NIA സംഘം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭരത് ഭൂഷന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. അടുത്ത ദിവസം കൊച്ചിയിലെത്തി ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിയ പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഡോൺ, ജിയോ ന്യൂസ്, സമ ന്യൂസ് ഉൾപ്പെടെ 16 യൂട്യൂബ് ചാനലുകൾക്കെതിരെയാണ് നടപടി. ക്രിക്കറ്റ് താരം ഷൊഹൈബ് അക്തറിന്റെ ചാനലിനും നിരോധനമുണ്ട്. അതേസമയം BBC-യുടെ ഉള്ളടക്കം കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണ്. പഹൽഗാമിൽ ആക്രമണം നടത്തിയവരെ ഭീകരർ എന്നതിന് പകരം ആയുധധാരികൾ എന്നാണ് BBC വിശേഷിപ്പിച്ചത്. ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ച് കേന്ദ്രം BBC-യുടെ ഇന്ത്യ മേധാവിക്ക് കത്തയച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള BSF ജവാന്റെ ഭാര്യ പഞ്ചാബിലെ ഫിറോസ്പൂരിലേക്ക് പോകുന്നു. കൊൽക്കത്തയിൽ നിന്നാണ് രജനി യാത്ര തിരിച്ചത്. അബദ്ധത്തിൽ അതിർത്തി കടന്ന BSF ജവാൻ പൂനം ഷാ കഴിഞ്ഞ 5 ദിവസമായി പാക് സൈന്യത്തിന്റെ കസ്റ്റഡിയിലാണ്. BSF അധികൃതരുടെ മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താനാണ് രജനിയുടെ തീരുമാനം. പഹൽഗാം സംഭവത്തിൽ സുരക്ഷാ ഏജൻസികളെ വിമർശിക്കുന്ന കോൺഗ്രസിന്റെ കേരളത്തിലെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലെ പോസ്റ്റ് ആയുധമാക്കി പാക് രാഷ്ട്രീയ നേതാക്കൾ. INC കേരള എന്ന എക്സ് അക്കൗണ്ടിലെ പോസ്റ്റാണ് മുൻ പാകിസ്ഥാൻ മന്ത്രി കൂടിയായ ഫഹാദ് ഹുസൈൻ ഇന്ത്യക്കെതിരെ ആയുധമാക്കുന്നത്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്നും പ്രതികരണങ്ങൾ സ്വാഭാവികമാണെന്നുമാണ് കോൺഗ്രസിന്റെ വിശദീകരണം. INC കേരള എന്ന എക്സ് അക്കൗണ്ടിലെ പോസ്റ്റ് ഇങ്ങനെ: അതിർത്തിയിൽ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള പഹൽഗാമിലേക്ക് ആയുധവുമായി തീവ്രവാദികൾ എങ്ങനെയെത്തി? സുരക്ഷാ ഏജൻസികളെ വെട്ടിച്ച് തീവ്രവാദികൾക്ക് ആസൂത്രണം നടത്താൻ എങ്ങനെ കഴിഞ്ഞു? രാജ്യത്തെ പ്രധാന നഗരങ്ങളൊന്നും സുരക്ഷിതമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പഹൽഗാം സംഭവം. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഈ പോസ്റ്റ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികൾ ആയുധമാക്കുകയാണ്. മുൻ പാക് മന്ത്രിയും തെഹ്രിക്ക് ഇൻസാഫ് പാർട്ടിയുടെ നേതാവുമായ ഫവാദ് ഹുസൈൻ INC കേരളയുടെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റെന്ന വാദം ഉന്നയിക്കാൻ പാകിസ്ഥാൻ നേതാക്കൾ ഇത് ആയുധമാക്കുകയാണ്. എന്നാൽ ജനാധിപത്യ രാജ്യത്ത് ഇത്തരം പ്രതികരണങ്ങൾ സ്വാഭാവികമാണെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. മുംബൈ ആക്രമണ സമയത്ത് നരേന്ദ്രമോദി സമാന പ്രതികരണം നടത്തിയെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. ഇന്ത്യയിൽ ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളിൽ പാകിസ്ഥാന്റെ രീതിയിലായിരിക്കില്ല ഇന്ത്യയിൽ ചോദ്യം ചെയ്യുക. ഇന്ത്യയിലെ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. ആ മറുപടി ഉണ്ടാകുന്നില്ലല്ലോ. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ മറുപടി പറയുന്നില്ലല്ലോ. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ സർവകക്ഷി യോഗത്തിൽ പോലും പങ്കെടുക്കാതെ രാഷ്ട്രീയ പ്രചരണമായിട്ട് മുന്നോട്ട് പോവല്ലേ. കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടത്തിയ വിമർശനവും പാക് നേതാക്കൾ ആയുധമാക്കിയിരുന്നു. രാജ്യം സങ്കീർണ സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോൾ ശത്രു രാജ്യത്തിന് ആയുധം നൽകുന്നതാണ് കോൺഗ്രസിന്റെ നീക്കമെന്നാണ് BJPയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് 7 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. 9 പേരടങ്ങുന്ന സംഘമാണ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ടോ? വേടൻ ഉണ്ടായിരുന്നോ ഫ്ളാറ്റിൽ? തീർച്ചയായിട്ടും മഞ്ജുഷ്, കാരണം 7 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. എക്സൈസ് നിയമം അനുസരിച്ച് 1 ഗ്രാം മുതൽ 999 ഗ്രാം വരെയുള്ള കഞ്ചാവ് കൈവശം വെച്ചാൽ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചേക്കാം. പക്ഷേ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ആണ് നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. അറസ്റ്റ് നടപടികൾ ഉടനുണ്ടാകും. ഈ രഹസ്യ വിവരത്തെ തുടർന്നാണ് വേടന്റെ ഫ്ളാറ്റിൽ സെർച്ച് നടത്തിയത്. ഡാൻസ് ഓഫ് സംഘം ആണ് സെർച്ച്, പോലീസും ഡാൻസ് ഓഫ് സംഘവും അടങ്ങുന്ന സംഘമാണ് സെർച്ച് നടത്തിയത്. അതേ തുടർന്ന് 9 പേരടങ്ങുന്ന സംഘമായിരുന്നു ഈ പരിശോധനാ സമയത്ത് ഫ്ളാറ്റിലുണ്ടായിരുന്നത്. അതായത് ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് തന്നെയാണ്. പക്ഷേ 2022 ഇത്തരത്തിലൊരു കേസ് വേടന് എതിരെ ഉണ്ട്. അങ്കമാലി പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസുണ്ട്. അത് മൂന്നാറിൽ നിന്നും കൊച്ചിയിലേക്ക് മടങ്ങുന്ന വഴിയുള്ള ഇടയ്ക്കുള്ള പരിശോധനയിൽ, സാധാരണ വാഹന പരിശോധനയ്ക്കിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ വേടന്റെ ഭാഗത്തു നിന്ന്, വേടന്റെ കൈവശം അന്ന് കഞ്ചാവ് കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായത്. ഇത് പുതിയൊരു കാര്യമല്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട ലഹരി വിരുദ്ധ പ്രസ്താവനകളൊക്കെ ബന്ധപ്പെട്ട വേടന്റെ പോസ്റ്റ് ഒരുപാട് വൈറലായിരുന്നു. മാത്രമല്ല യുവജനങ്ങൾക്കിടയിൽ, ന്യൂജൻ പാട്ടുകാർക്കിടയിൽ വളരെ ട്രെൻഡിങ് ആയ സോങ്ങുകളുമായിട്ട് ഒരുപാട് ആരാധകരുള്ള ഒരു പാട്ടുകാരൻ കൂടിയാണ് വേടൻ. പ്രത്യേകിച്ചും സ്വതന്ത്ര സംഗീതത്തിൽ ഒരുപാട് ആരാധകരുള്ള വേടൻ കൂടിയാണ്. വേടൻ വരുന്നിടത്ത് ശരിക്കും കഴിഞ്ഞ തവണ ഈ കനകക്കുന്നിലുണ്ടായ ആൾക്കൂട്ടത്തെ പറ്റി സ്പെഷ്യൽ സ്ക്വാഡ് അവരെ നിയന്ത്രിക്കാൻ പെട്ട പാടുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി വളരൂ കുഞ്ഞുങ്ങളെ, മക്കളെ പൊളിറ്റിക്കലി വളരൂ, നിങ്ങളാണ് നാളത്തെ തലമുറകൾ, കാരണവന്മാർ ചെയ്യുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വന്നിരുന്നു. മാത്രമല്ല ലഹരി ഉപയോഗിക്കരുത്, ലഹരി വിഷമാണ് കുഞ്ഞുങ്ങളെ എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വന്ന ശേഷമാണ് ഇപ്പോൾ വീണ്ടും വേടന്റെ ഭാഗത്തു നിന്നും വേടന്റെ കൈവശം ഇത്തരം കഞ്ചാവ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മഞ്ജുഷ സൂചിപ്പിച്ച പോലെ അറസ്റ്റിലേക്ക് നീങ്ങാമെങ്കിലും സെഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന കേസാണെങ്കിൽ കൂടിയും 7 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു എന്നുള്ളത് ഗുരുതരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും ന്യൂജൻ പാട്ടുകാർക്കിടയിൽ, പ്രത്യേകിച്ചും ന്യൂജൻ കുട്ടികളുടെ ആരാധനാപാത്രമായ ഒരാളുടെ കൈവശം ആൾ ഇത്തരത്തിലൊരു കേസിൽ പെടുന്നു എന്നുള്ളതും ഗുരുതരമായി തന്നെ കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടി. ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മോഡലായ ഡെവിൾ സച്ചു എന്ന സൗമ്യയെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇവർ ലഹരി വിൽപ്പനയിലെ മുഖ്യ ഇടനിലക്കാരിയെന്ന് ബോധ്യമായിട്ടുണ്ട്. 6 നടന്മാർക്ക് ലഹരി നൽകിയിരുന്നതായും സൗമ്യ മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ. ഇവരുടെ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടില്ലേ? മഞ്ജുഷ, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയോ ശ്രീനാഥ് ഭാസി അല്ല ചോദ്യം ചെയ്യുന്നത്. തുടക്കത്തിൽ എത്തിയ ഡെവിൾ സച്ചു എന്ന സൗമ്യ എന്ന ഇവരൊരു മോഡലാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഈ ലഹരി വിൽപ്പനയിലെ മുഖ്യ ഇടനിലക്കാരിയാണ് എന്നുള്ള വിവരം ഇപ്പോൾ ചോദ്യം ചെയ്യൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ നിരത്തിയാണ് എക്സൈസ് ഇവരെ ചോദ്യം ചെയ്തത്. അതിൽ തന്നെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ 160 പേജോളം വരുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ പല തവണയായി ഇവർക്ക് ലഭിച്ച കമ്മീഷനുകളുടെ വിവരമാണ് ഉള്ളത്. അതിൽ തന്നെ ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷനുകളാണ് വന്നിരിക്കുന്നത് എന്നുള്ള, പണമായി തന്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് അന്വേഷണ സംഘത്തോട് ഇവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 മണിക്കൂറിന് മേലായി സൗമ്യയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഡെവിൾ സച്ചു എന്നാണ് സിനിമാ ലോകത്ത് അറിയപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ തസ്ലീമയുടെ ഇടനിലക്കാരിയായി ഇവർ പ്രവർത്തിച്ചിരുന്നു എന്നടക്കമുള്ള വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടുതൽ നടന്മാരുമായി ബന്ധപ്പെട്ടുള്ള ലഹരി ഇടപാടുകളെ സംബന്ധിച്ച് ഇവർ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മഞ്ജുഷ്, ശരി, ശരണ്യ സ്നേഹത്തിനാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ സെറ്റുകളിൽ ലഹരി പരിശോധന നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ന്യൂസ് 18നോട് പറഞ്ഞു. കോടതി തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അതേസമയം സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് എത്തിച്ചയാളെ കണ്ടെത്താൻ എക്സൈസ് അന്വേഷണം തുടരുകയാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം സംവിധായകരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. സിനിമാ സെറ്റുകളിലേക്ക് ഇപ്പോൾ സിനിമാ സംവിധായകരടക്കം പിടികൂടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സിനിമാ സെറ്റുകളിലേക്ക് ഒരു പരിശോധനകൾ വേണ്ടി വരില്ലേ? നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ പരിശോധിക്കാം.
എങ്ങനെ സാർ ഈ സിനിമാ ആളുകൾ ഇതിനെ ഉൾപ്പെടുന്നതിനെ എങ്ങനെ കാണുന്നത് സാർ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രോപ്പറായ നടപടി തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കും. ഈ വലിയ ആഡംബര ഫ്ളാറ്റുകൾ, ലക്ഷറി ഫ്ളാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൊച്ചിയിൽ ഒരുപാടുണ്ട്. അവിടങ്ങളിലാണ് ഇപ്പോൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലും പരിശോധനകൾ വേണ്ടി വരും. നമ്മൾ എല്ലായിടത്തും നേരത്തെ കൂടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ക്രൗൺ പ്ലാസ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ വേദാന്ത ഹോട്ടലിൽ റീസെൻ്റ്ലി നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലക്സറി ആണോ അല്ലോ നമ്മൾ അതൊന്നും നോക്കില്ല. നമുക്ക് എന്തെങ്കിലും വിവരങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഈ അടുക്ക് ശരിക്ക് പബ്ലിക് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും സംശയാസ്പദ രീതിയിലുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അറിയിക്കുന്നുണ്ട്. അത് വെച്ച് നമ്മൾ പ്രോപ്പറായ നടപടി എടുക്കുന്നുണ്ട്. സ്ഥലം ഏതായാലും നമ്മൾ നടപടി തന്നെ എടുക്കും. സിനിമ സെറ്റുകൾ പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? സെറ്റുകൾ പരിശോധിക്കാനുള്ളൊരു ആവശ്യമുണ്ട്. അതിനകത്ത് കൂടെ നോക്കണമെന്ന് ഹൈക്കോടതി തന്നെ നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ഭാഗമായിട്ട് നമ്മൾ കുറേ ഇൻഫർമേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതെല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു സസ്പെഷനോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കും. പ്രത്യേക സ്ക്വാഡോ അങ്ങനെ എന്തെങ്കിലും രൂപീകരിക്കുന്നു? നമുക്ക് ആൾറെഡി ഡാൻസ് ഓഫ് സ്ക്വാഡ് ഉണ്ട്. അത് നല്ല സജീവമായിട്ടുള്ളൊരു സ്ക്വാഡാണ് സിറ്റിയുടെ. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഓഫീസേഴ്സ്, പോലീസ് പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ അത് തന്നെ ചെയ്യും. പുതിയ സ്ക്വാഡിൻ്റെ ഒരു ആവശ്യമില്ല. കൂടുതൽ നടപടികളുണ്ടാവും. ശക്തമായ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയും തുടരും. എന്തായാലും അദ്ദേഹം വിശദീകരിക്കുന്നു, ശക്തമായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അത് ഇനിയും തുടരും. സിനിമാ മേഖലയിലും തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ധനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. KM എബ്രഹാമിന്റെ 12 വർഷത്തെ സ്വത്ത് വിവരങ്ങൾ CBI അന്വേഷിക്കുന്നു. കൊല്ലത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, മുംബൈയിലെ 3 കോടി വിലമതിക്കുന്ന അപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരത്തെ അപ്പാർട്ട്മെന്റ് എന്നിവ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 12 വർഷ കാലയളവിലെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് 2003 ജനുവരി മുതൽ 2015 വരെയുള്ള കാലയളവിലെ KM എബ്രഹാമിന്റെ സ്വത്ത് സമ്പാദനത്തിലാണ് പരാതിയുള്ളത്. തിരുവനന്തപുരത്ത് തൈക്കാടുള്ള ഫ്ളാറ്റ് 1 കോടി രൂപ വിലമതിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ മുംബൈയിലെ കൊഹിനൂർ സിറ്റിയിലെ 3 കോടി രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റ്, അതുപോലെ കൊല്ലത്ത് കടപ്പാക്കടയിലുള്ള 8 കോടി രൂപ വിലമതിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയ്ക്കെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ജോമോൻ പുത്തമ്പുരയ്ക്കലാണ് ഹർജിക്കാരൻ. നേരത്തെ തന്നെ, അതായത് 2016 മാർച്ച് 17 ജോമോൻ പുത്തമ്പുരയ്ക്കൽ ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജിന് മുൻപാകെ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് സ്പെഷ്യൽ ജഡ്ജ് അന്വേഷണത്തിന് ഉത്തരവിടുകയും അന്വേഷണ റിപ്പോർട്ടിൽ ആരോപണത്തിന് നിരക്കുന്ന അല്ലെങ്കിൽ ആരോപണം തെളിയിക്കുന്ന തെളിവുകളൊന്നുമില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ജഡ്ജ് ഈ ഹർജി തള്ളുന്ന സാഹചര്യമുണ്ട്. തുടർന്നാണ് ജോമോൻ പുത്തമ്പുരയ്ക്കൽ ഹൈക്കോടതിയെ സമീപിച്ചത്. 2018 ജോമോൻ പുത്തമ്പുരയ്ക്കൽ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. തുടർന്ന് ഈ കഴിഞ്ഞ ഏപ്രിൽ 11 2025 ഏപ്രിൽ 11 ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യാ KM എബ്രഹാമിനെതിരെ തെളിവുണ്ട് എന്ന് കണ്ടെത്തുകയും ഈ അന്വേഷണം CBI ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തുടർന്നാണ് CBI ഈ കഴിഞ്ഞ 25-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസെടുത്ത് വീണ്ടും ജോമോൻ പുത്തമ്പുരയ്ക്കൽ 25-ാം തീയതി പരാതി നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ കിഫ്ബി CEO കൂടിയായ KM എബ്രഹാമിനെതിരെ അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് CBI തീരുമാനം. എന്നാൽ വിജിലൻസ് ഇതുവരെ അന്വേഷണ റിപ്പോർട്ട് CBIക്ക് കൈമാറിയിട്ടില്ല എന്ന പരാതി ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് CBIക്ക് കൈമാറാത്തെന്നുള്ള ചോദ്യവും ബാക്കിയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ KM എബ്രഹാമിനെതിരെ നടപടി കടുപ്പിക്കാൻ തന്നെയാണ് വിജിലൻസ് CBIയുടെ തീരുമാനം. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള 13 വകുപ്പിന്റെ വിവിധ വകുപ്പുകളാണ് പ്രകാരമാണ് KM എബ്രഹാമിനെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വാക്സിൻ എടുത്ത ശേഷവും 5.5 വയസ്സുകാരിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മലപ്പുറം പെരുവള്ളൂർ കാക്കത്തടം സ്വദേശിനിയായ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാർച്ച് 29 കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. മിഠായി വാങ്ങാൻ പുറത്തുപോയ കുട്ടിയെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. തലയ്ക്കും കാലിനുമായിരുന്നു ഗുരുതരമായി മുറിവേറ്റിരുന്നത്. കുട്ടിയെ ആദ്യം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പേവിഷബാധയ്ക്കെതിരെയുള്ള IDRB വാക്സിനും നൽകി. എന്നാൽ കഴിഞ്ഞയാഴ്ച പനി ബാധിച്ച കുട്ടി പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പരിശോധനയിൽ
കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തലയ്ക്കേറ്റ മുറിവിന് ചികിത്സ നൽകി അന്ന് രാത്രി തന്നെ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ഇത് ചികിത്സാ പിഴവെന്നാണ് ആരോപണം. ഇനിയൊരു കുട്ടിക്ക് ഇത് ആവർത്തിക്കപ്പെടരുത് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാരണം തെരുവുനായകളുടെ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇത് എന്ത് നിയമങ്ങൾ മാറ്റിമറിച്ചിട്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരുടെയൊക്കെ ആവശ്യം. കുട്ടിക്കൊപ്പം 5 പേർക്ക് കൂടി ഇതേ നായയുടെ കടിയേറ്റിരുന്നു. ഇവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. വാക്സിൻ എടുത്തതിനു ശേഷം കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് വലിയ ആശങ്കയാണ് പ്രദേശത്ത് ഉയർത്തിയിരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഇക്കാര്യത്തിൽ മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. കുട്ടിയുടെ തലയിലേറ്റ കടി ഗുരുതരമായിരുന്നുവെന്നും അതിനാൽ പെട്ടെന്ന് തന്നെ വൈറസ് തലച്ചോറിനെ ബാധിച്ചെന്നുമാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. തലച്ചോറിൽ വൈറസ് ബാധയേറ്റാൽ വാക്സിൻ ഫലപ്രാപ്തിയിലെത്താൻ സാധ്യത കുറവാണ്. ഇതാകാം വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ ഉണ്ടാകാൻ കാരണമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വധഭീഷണി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ക്ലിഫ് ഹൌസിനും ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് ഭീഷണി വന്നിരിക്കുന്നത്. കൊച്ചി വിമാനത്താവളത്തിനും ഭീഷണി സന്ദേശം ഉണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വി അരുണും ഡാനി പോളും ചേരുകയാണ്. തിരുവനന്തപുരത്ത് ഭീഷണി സന്ദേശം വന്നത് ധനകാര്യ സെക്രട്ടറിയുടെ ഇമെയിലിലേക്കാണ്. ഇതിലാണ് ക്ലിഫ് ഹൌസിനും ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഭീഷണിയുള്ളത്. മുഖ്യമന്ത്രിക്ക് വധഭീഷണിയാണ് ഉള്ളത്. വി അരുൺ ചേരുകയാണ്. അരുൺ, എന്താണ് ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്? മഞ്ജുഷി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് പൊതുവിലും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ, അത് ബോംബ് ഭീഷണി സന്ദേശങ്ങൾ വരികയാണ്. കോടതികളിൽ, സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ, അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിലൊക്കെ ഭീഷണി സന്ദേശങ്ങൾ. ഇന്ന് ഏറ്റവും ഒടുവിൽ അത് കിട്ടിയിരിക്കുന്നത് ധനകാര്യ സെക്രട്ടറിക്ക് മെയിലിലൂടെയാണ്. മുഖ്യമന്ത്രിയെ ഇല്ലാതാക്കാൻ ശ്രമം നടക്കും, മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമം നടക്കും, അതിനായി RDX ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, സ്ഫോടക വസ്തുക്കൾ വച്ച ബോംബ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതുപോലെ ഔദ്യോഗിക വസതിയിലും പൊട്ടും. മറ്റു ചില ഓഫീസുകൾക്ക് കൂടി, കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഫീസുകൾക്ക് കൂടി ഇപ്പോൾ ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ട്. പല ഓഫീസുകളിലും ഇത്തരത്തിൽ ബോംബ് പൊട്ടുമെന്നാണ് ഭീഷണി. മുഖ്യമന്ത്രി എടുക്കുന്ന നടപടികൾക്കെതിരെയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ബോംബ് ഭീഷണി എന്ന സന്ദേശമാണ് ലഭിച്ചത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ വ്യാപക പരിശോധന നടത്തുകയാണ് ബോംബ് സ്ക്വാഡും പോലീസും ഒക്കെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഔദ്യോഗിക വസതിയിലും മറ്റ് സർക്കാർ ഓഫീസുകളിലുമൊക്കെ പരിശോധന നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതികളിലും മറ്റ് സർക്കാർ ഓഫീസുകളിലും കളക്ടറേറ്റുകളിലും ഉൾപ്പെടെയുള്ള ഭീഷണി സന്ദേശങ്ങളുണ്ടായിരുന്നു. വലിയൊരു ആശങ്ക പൊതുവിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. പക്ഷേ ഈ എല്ലാ പരിശോധനകൾക്കും ശേഷം ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇത് വ്യാജമെന്ന് തെളിയുകയാണ്. കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ ഉൾപ്പെടെ, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന്റെ ഉറവിടങ്ങളിലേക്ക് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ വന്നതും ആന്ധ്രാപ്രദേശിൽ അടക്കമുള്ള വ്യാജ സന്ദേശങ്ങളെന്ന അല്ലെങ്കിൽ സന്ദേശങ്ങളെന്ന വിലയിരുത്തലാണ് പോലീസിനുള്ളത്. പക്ഷേ നിരന്തരം തലസ്ഥാനത്ത്, സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ഉണ്ടാവുകയാണ്. ഇവിടെ മുഖ്യമന്ത്രിയെ കൊല്ലാനുള്ള ആസൂത്രിത ശ്രമം നടക്കും, അതിന്റെ ഭാഗമായി ബോംബ് വച്ചിട്ടുണ്ടെന്ന സന്ദേശമാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, കൊച്ചി വിമാനത്താവളത്തിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് വെച്ചിട്ടുണ്ട് എന്നാണല്ലോ ഭീഷണി വന്നിരിക്കുന്നത്. 2 മണിയോടുകൂടി എല്ലാവരെയും ഒഴിപ്പിക്കണമെന്ന്. ഇപ്പോൾ പരിശോധനയിൽ ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മഞ്ജുഷ, അങ്ങനെ തന്നെയാണ്. കാരണം പരിശോധന അത് വ്യാജമാണെന്നത് വ്യക്തമായിരിക്കുന്നു. അത് രാവിലെയോടുകൂടി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. രാവിലെ 7:00 ഇങ്ങനെയൊരു മെയിലും അറിയിപ്പും എല്ലാം തന്നെ വരുന്നത്. അതനുസരിച്ചുള്ളൊരു മുൻകരുതൽ. കാരണം പലപ്പോഴും കൊച്ചി വിമാനത്താവളത്തിൽ പലപ്പോഴും ഈ ബോംബ് ഭീഷണി സംബന്ധിയായ കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അത് വെറുതെ കണ്ടിട്ടില്ല. വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ കണ്ട് പരിശോധനകളെല്ലാം തന്നെ നടത്തുകയാണ് ചെയ്യുന്നത്. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. രാവിലെയോടുകൂടി തന്നെ ഈ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ CSFന്റെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ നെടുമ്പാശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ തുടങ്ങി വ്യാപകമായ രീതിയിലൊരു പരിശോധന നടന്നു. ഒപ്പം തന്നെ ബാഗേജുകളെല്ലാം തന്നെ കൂടുതൽ പരിശോധനയിലേക്ക് വിധേയമാക്കുന്നു. അങ്ങനെ നെടുമ്പാശ്ശേരി വിമാനത്താവളം മൊത്തത്തിൽ അരിച്ചു പെറുക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു പരിശോധന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 9 സിയാലിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരം 9 കാലോടുകൂടി തന്നെ അത് സ്ഥിരീകരിക്കുന്നു. അത്തരം സന്ദേശം അങ്ങനെ ആ രീതിയിൽ ഒന്നും തന്നെ ഇല്ല എന്ന്, ബോംബ് ഭീഷണിയോ സംബന്ധിയായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു സമയം ഈ RDX ബേസ്ഡ് ആയ ഒരു എക്സ്പ്ലോഷൻ അവിടെ ഉണ്ടാകുമെന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായി
പൂർണ്ണമായും തന്നെ ഒരു അലർട്ട് സംവിധാനത്തിൽ തന്നെയാണ് വിമാനത്താവളം ഇപ്പോഴും പോകുന്നത്. പക്ഷേ ആശങ്കയ്ക്ക് യാതൊരു ഇടമില്ല എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇതുപോലുള്ള ഈ പലയിടങ്ങളിലും ബോംബ് ഭീഷണി സംബന്ധിയായ കാര്യങ്ങൾ വരുന്നത് പോലെ തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഭീഷണിയാണ്. ഇന്ന് ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ബോംബ് വെച്ചിട്ടുണ്ട് എന്ന ഭീഷണിയാണ് വന്നിരിക്കുന്നത്. കൊല്ലം ഓയൂരിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയായ തുഷാരയെ ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന് 3 മണിക്ക്. തുഷാരയുടേത് ആസൂത്രിതമായ കൊലപാതകമെന്നും സമൂഹത്തിന് സന്ദേശം നൽകുന്നതാകണം വിധിയെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിലാണ് കൊലപാതകം നടത്തിയതെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജ് എസ് സുഭാഷാണ് ശിക്ഷ വിധിക്കുക. പൂയപ്പള്ളി ചരുവിള വീട്ടിൽ ലാലി, മകൻ ചന്തുലാൽ എന്നിവരാണ് പ്രതികൾ. കോട്ടയം തൃക്കൊടിത്താനത്ത് യുവതിയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അഴകത്തുപടി കണ്ണമ്പള്ളി വീട്ടിൽ മല്ലികയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് പുലർച്ചെ വാർഡ് മെമ്പറെ വിളിച്ച് മല്ലിക ആത്മഹത്യ ചെയ്തതായി ഭർത്താവ് അനീഷ് അറിയിക്കുകയായിരുന്നു. മെമ്പർ പോലീസിനെ വിവരമറിയിച്ചു. രാത്രി ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷം തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി അനീഷ് പറയുന്നു. ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്നാണ് പ്രശ്നമുണ്ടായത്. തർക്കം രൂക്ഷമായപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് മല്ലിക പറഞ്ഞിരുന്നു. പിന്നീട് താൻ ഉറങ്ങിപ്പോയി എന്നും അനീഷ് പോലീസിനോട് പറഞ്ഞു. മദ്യപിച്ചതിൻ്റെ ഒരു ഇതായി കൊണ്ടായിരിക്കാം, നമുക്ക് തോന്നി പെട്ടെന്ന് അങ്ങോട്ട് സംഭവിച്ചാണെന്നുള്ളതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ഒരു ആംബുലൻസും വിളിച്ചു, പോലീസ് സ്റ്റേഷൻ വിളിച്ചറിയിച്ചു. അപ്പോൾ 2 കൂട്ടരും വന്നു. ഞങ്ങൾ ഓടി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുശരീരം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അന്നേരം സംഭവിച്ച പോലെയല്ല, കുറേ നേരത്തെ സംഭവിച്ച പോലെ രക്തമെല്ലാം ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരുന്നു. അപ്പോൾ കുറേ നേരം ശരീരത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലും ഇത് മാറി രക്തം നന്നായിട്ട് കട്ട പിടിച്ചു ഉണങ്ങി വരുന്ന പരുവത്തിലായിരുന്നു. അനീഷിന്റെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇരുവരും ഒരുമിച്ചായിരുന്നു സ്ഥിരം മദ്യപാനം. ഇവർ തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മദ്യപിച്ച ശേഷം അനീഷ് ഉപദ്രവിക്കാറുണ്ടെന്ന് മല്ലിക തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. ന്യൂസ് 18 കോട്ടയം. കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തിന് നേരെ പടക്കമെറിഞ്ഞ സംഭവത്തിൽ ആട് ഷമീറും സംഘവും കൊട്ടേഷനായി പോവുകയായിരുന്നുവെന്ന് പോലീസ്. കൊട്ടേഷൻ കിട്ടിയ വാഹനത്തെ പിന്തുടർന്ന് പോകുന്നതിനിടെയാണ് വിവാഹ സംഘത്തിന്റെ വാഹനം ഗതാഗത കുരുക്കുണ്ടാക്കിയത്. തുടർന്ന് പിന്തുടർന്ന വാഹനം നഷ്ടമായതിൽ പ്രകോപിതരായ പ്രതികൾ ബസ് ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. വയനാട് സ്വദേശിക്കെതിരെയായിരുന്നു കൊട്ടേഷൻ എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വാഹനത്തിൽ തോക്കും വടിവാളും പന്നിപ്പടക്കവും ഉണ്ടായിരുന്നുവെന്നും പോലീസ് പിന്തുടർന്നതിനെ തുടർന്ന് പ്രദേശത്ത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. കോഴിക്കോട് കല്ലാച്ചിയിൽ യുവാവിന് വെട്ടേറ്റു. കല്ലാച്ചി സ്വദേശി കണിയാങ്കണ്ടിയിൽ രജീഷിനാണ് ഇന്നലെ രാത്രി വെട്ടേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രജീഷിനെ കണ്ണൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമം നടത്തിയ 17-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീട്ടിൽ അക്രമ സ്വഭാവം കാണിച്ച 17-കാരനെ നിയന്ത്രിക്കാനെത്തിയതായിരുന്നു രജീഷ്. ഇതിനിടെ കയ്യിൽ കരുതിയ വാക്കത്തി ഉപയോഗിച്ച് 17-കാരൻ രജീഷിനെ ആക്രമിക്കുകയായിരുന്നു. നിർമ്മാതാവ് സാന്ദ്ര തോമസിനെ അധിക്ഷേപിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം നൽകി. നിർമ്മാതാക്കളായ ആന്റോ ജോസഫ്, ബി രാഗേഷ്, അനിൽ തോമസ്, ഔസേപ്പച്ചൻ വാളക്കുഴി എന്നിവരാണ് പ്രതികൾ. സ്ത്രീത്വത്തെ അപമാനിച്ചു, ഗൂഢാലോചന, ക്രിമിനൽ ഭീഷണി, അന്തസ്സിന് കോട്ടം വരുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി വൈകിയേക്കും. ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനോ ഒഴിവാക്കാനോ സാധ്യതയുണ്ടെന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. കശ്മീരിലെ 2 മണ്ഡലങ്ങളിലും നിലമ്പൂരിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതും ഉടൻ ഉണ്ടാവില്ല. 6 സംസ്ഥാനങ്ങളിലായി 8 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ നടത്തിയത്. മെയ് 5-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. കേരളത്തിലെ നിലമ്പൂരിന് പുറമെ ജമ്മു കശ്മീർ, ഗുജറാത്ത്, ബംഗാൾ, മണിപ്പൂർ, പഞ്ചാബ് സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഗുജറാത്തിലും ജമ്മു കശ്മീരിലും 2 മണ്ഡലങ്ങൾ വീതവും മറ്റ് സംസ്ഥാനങ്ങളിൽ ഓരോ മണ്ഡലങ്ങളുമാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ജമ്മു കശ്മീരിൽ ബഡ്ഗാം, നാഗ്രോട്ട മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തുക എളുപ്പമല്ല. ഒന്നുകിൽ 6 സംസ്ഥാനങ്ങളിലെ മുഴുവൻ ഉപതെരഞ്ഞെടുപ്പുകളും മാറ്റിവെക്കണം, അല്ലെങ്കിൽ കശ്മീരിൽ മാത്രം തെരഞ്ഞെടുപ്പ് പിന്നത്തേക്കാക്കണം. ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് നിയമം. നിലമ്പൂരിൽ ജൂലൈ 13-നകം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. മെയ് അവസാന ആഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്നായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപനവും വരേണ്ടതായിരുന്നു.
ഇനിയും വൈകിയാൽ ഒരുപക്ഷെ കുട്ടനാട്ടിലും ചവറയിലും ചെയ്തതുപോലെ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കി പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയും ഏറെയാണ്. അത് തിരിച്ചറിഞ്ഞാണ് ഈ മാസം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് PV അൻവർ പറഞ്ഞത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യ നീക്കത്തിൽ അഴിമതിയെന്ന ആരോപണവുമായി പ്രതിപക്ഷം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായ രേഖകൾ പോലും ഇല്ലെന്നും ഇവർ ആരോപിക്കുന്നു. അതേസമയം മാലിന്യ നീക്കത്തിലെ ലോറി വാടകയിൽ 1/2 കോടിയോളം രൂപയുടെ അധിക ചെലവ് ഓഡിറ്റ് വിഭാഗവും കണ്ടെത്തിയിട്ടുണ്ട്. ബ്രഹ്മപുരത്തെ മാലിന്യ നീക്കം സംബന്ധിച്ച കണക്കിലെ കളിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇത് സംബന്ധിച്ച് വ്യക്തമായി ഒരു രേഖകളില്ലെന്നും ഇവർ പറയുന്നു. മാലിന്യ നീക്കത്തിനുള്ള വാഹനങ്ങളിൽ GPS സംവിധാനം വേണമെന്ന സർക്കാർ നിർദ്ദേശവും കൊച്ചിൻ കോർപ്പറേഷൻ നടപ്പാക്കിയില്ല. പോയ വർഷം 2.04 കോടി രൂപയാണ് 5670 ലോഡ് മാലിന്യം ബ്രഹ്മപുരത്ത് എത്തിക്കുന്നതിന് വാടകയായി നൽകിയത്. ഇതിൽ 47.21 ലക്ഷം രൂപയുടെ അധിക ചെലവ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി തടഞ്ഞു. കാരണം ബില്ല് വെക്കാതെ നൽകിയ പണം നഗരസഭയുടെ ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം അവർ അടക്കുമ്പോൾ അവർ തുറന്നു പറയും. ആ 47 ലക്ഷം രൂപ കൊടുത്ത ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാകുമ്പോൾ അവർ സത്യം തുറന്നു പറയും. അവർക്ക് അത് കൊടുക്കേണ്ട ബാധ്യത തന്നെ ഉണ്ടാക്കേണ്ടി വരും. അല്ലാതെ മേയർ പറഞ്ഞതുപോലെ ഇത് നഗരസഭയുടെ കൗൺസിൽ കൂടി ഒരു കാലത്തും റാക്ടിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം കള്ള ബില്ലുകളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ബ്രഹ്മപുരം നഗരസഭയുടെ ഭരണാധികാരികൾക്ക് പൊന്മുട്ടിയിടുന്ന താറാവായി തന്നെയാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. മാലിന്യം നീക്കാൻ ഒരു ലോഡിന് 3640 രൂപ നിരക്കിലാണ് കരാർ നൽകിയിരിക്കുന്നത്. കൃത്യമായ ടെൻഡർ നടപടികൾ സ്വീകരിക്കാത്തതുമൂലമാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ ഇടപെടൽ. രാത്രി നീക്കം ചെയ്ത മാലിന്യത്തിന്റെ കൃത്യമായ കണക്കുകളോ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ രേഖപ്പെടുത്തലോ ഇല്ല. ഇതുമൂലം 1297 ലോഡുകളുടെ നീക്കത്തിന് നൽകിയ തുകയാണ് ഓഡിറ്റ് വിഭാഗം തടഞ്ഞത്. ന്യൂസ് 18 കൊച്ചി. കോടതിയുടെ അന്ത്യശാസനത്തെ തുടർന്ന് സെന്തിൽ ബാലാജിയുടെയും കെ പൊന്മുടിയുടെയും രാജിക്ക് പിന്നാലെ 2 പേർ പുതുതായി മന്ത്രിസഭയിലെത്തും. മനോ തങ്കരാജും രാജ കണ്ണപ്പനുമാണ് തമിഴ്നാട് മന്ത്രിസഭയിലെത്തുന്നത്. ഇന്ന് വൈകിട്ട് 6-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ 4 വർഷത്തിനിടെ 6ാമത്തെ മന്ത്രിസഭാ പുനഃസംഘടനയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം നിലനിർത്തി ഇടത് സഖ്യം. സെൻട്രൽ പാനലിലെ 4-ൽ 3 സീറ്റുകളിൽ ഐസ DSF സഖ്യം ജയിച്ചു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളാണ് സഖ്യം നിലനിർത്തിയത്. ജോയിന്റ് സെക്രട്ടറി സീറ്റിൽ ABVPക്കാണ് ജയം. 10 വർഷത്തിന് ശേഷം ആദ്യമായാണ് ABVP സെൻട്രൽ പാനലിൽ ഒരു സീറ്റ് നേടുന്നത്. SFI AISF സഖ്യത്തിന് കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല. 42 കൗൺസിലർ സ്ഥാനങ്ങളിൽ 23 ABVP നേടി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പാപ്പൽ കോൺക്ലേവിന് മുന്നോടിയായുള്ള കർദിനാൾമാരുടെ യോഗം ചേരുന്നു. സിസ്റ്റൈൻ ചാപ്പലിൽ പൂർണ്ണ ഒരുക്കങ്ങളോടെ ഇന്ത്യൻ സമയം 12:30യോടെയാണ് യോഗം തുടങ്ങിയത്. കോൺക്ലേവ് തുടങ്ങുന്ന തീയതി ഇന്ന് തീരുമാനിക്കും. പാപ്പൽ കോൺക്ലേവ് എന്ന പേരിൽ നടക്കുന്ന സമ്മേളനത്തിൽ രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ പാപ്പയെ തെരഞ്ഞെടുക്കുക. 80 വയസ്സിൽ താഴെയുള്ള 138 കർദിനാൾമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുക. ഇന്ത്യയിൽ നിന്നുള്ള 4 കർദിനാൾമാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കും. IPLൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താനായി രാജസ്ഥാൻ റോയൽസ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇതിലും തോറ്റാൽ റോയൽസ് ടൂർണമെന്റിൽ നിന്നും പുറത്താവുകയും ചെയ്യും. ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള ഇന്നത്തെ മത്സരത്തിലും രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ സഞ്ജു സാംസൺ ഉണ്ടാവില്ല. സഞ്ജുവിന് വാരിയലിനേറ്റ പരുക്ക് ഭേദമായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇതോടെ റിയാൻ പരാഗിന് കീഴിൽ തന്നെയാവും ഈ കളിയിലും റോയൽസ് കളിക്കുക. പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനം നിലനിർത്താനായാണ് ഗില്ലും സംഘവും ഇറങ്ങുന്നത്. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 8,940 രൂപ, പവന് 71,520 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,405 രൂപ, പവന് 59,240 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ, കിലോയ്ക്ക് 1,09,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം അശ്വതി ചേരും.